എറണാകുളത്ത് BJP-യിലും തർക്കമുണ്ട്. മറ്റൊന്നുമല്ല, തൃപ്പൂണിത്തറ സീറ്റ് 2020-ക്ക് വിട്ടുകൊടുക്കുന്നതിലാണ് BJP-യിൽ അമർഷമുള്ളത്. ജില്ലയിലെ A ക്ലാസ് മണ്ഡലത്തിൽ വിജയസാധ്യത നിലനിൽക്കെ ഘടകകക്ഷിക്ക് സീറ്റ് നൽകിയത് തിരിച്ചടിക്കുമെന്നാണ് പ്രവർത്തകരുടെ വികാരം. സിനിമാ താരം അഞ്ജലി നായരെയാണ് 2020 ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയത്. ജില്ലയിലെ പല പ്രധാനപ്പെട്ട മണ്ഡലങ്ങളും 2020-ക്ക് വിട്ടുകൊടുക്കേണ്ടി വരുന്നതും പ്രവർത്തകർക്ക് കടുത്ത വിയോജിപ്പിന് കാരണമാക്കിയിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. തൃപ്പൂണിത്തറ BJP-യെ സംബന്ധിച്ച് A ക്ലാസ് മണ്ഡലമാണ്. ഇത്തവണ അവർ നഗരസഭാ ഭരണം പിടിച്ചിട്ടുണ്ട്. അതിനുമപ്പുറം കഴിഞ്ഞ തവണയൊക്കെ ഏറ്റവും മികച്ച മുന്നേറ്റം നടത്തിയ ഇടമാണ്. അവിടെ 2020-ക്ക് കൊടുക്കുന്നത് സാധ്യതയില്ലാതാക്കും. ഇതാണ് ആക്ഷേപം. ഡാനി പോൾ, തൃപ്പൂണിത്തറ കണക്കുകൾ, ആ പ്രവർത്തകരുടെ കണക്ക് ഒരുപക്ഷെ കറക്റ്റാണ്. കാരണം വലിയ മുന്നേറ്റം നടത്തിയ A ക്ലാസ് മണ്ഡലമാണ് തൃപ്പൂണിത്തറ. വലിയ സാധ്യതകളുമുണ്ട് അവിടെ ഇത്തവണ 2020-ക്ക് കൊടുക്കുമ്പോൾ താരതമ്യേന അവർ നിയോഗിച്ച സ്ഥാനാർത്ഥി വോട്ടുകൾ നേടാൻ സാധ്യതയുള്ള ആളാണോ? എന്താണ് BJP-യുടെ ആക്ഷേപം? സജിത്ത്, വലിയ പ്രതീക്ഷ BJP വെച്ചു പുലർത്തിയ അവരുടെ ജില്ലയിലെ സുപ്രധാന മണ്ഡലങ്ങൾ A ക്ലാസ് എന്നെല്ലാം തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരിടം തൃപ്പൂണിത്തുറയായിരുന്നു. അതായത് ഈ ജില്ലയിലെ തന്നെ ഒരു കുറെ കൂടി മേധാവിത്വ സ്വഭാവം BJP-ക്ക് ഉണ്ട്. അതിന് തെളിവ് തന്നെയാണ് നഗരസഭാ ഭരണം അവർക്ക് പിടിച്ചെടുക്കാനെല്ലാം തന്നെ സാധിച്ചു. പോയ വർഷം പ്രതിപക്ഷ ആയിരുന്നെങ്കിൽ ഇക്കുറി അത് ഭരണപക്ഷത്തിലേക്കെല്ലാം തന്നെ വന്നു. അവിടെ നിർണായക ശക്തിയാകുന്നു, വലിയ രീതിയിലേക്ക് സ്വാധീനം വർദ്ധിപ്പിക്കുന്നു എന്നെല്ലാം തന്നെ പ്രവർത്തകർക്ക് ആ ഒരു തിരിച്ചറിവുണ്ട്, നേതൃത്വത്തിനുണ്ട്. ഇതെല്ലാം ശരി തന്നെയാണ്. പക്ഷേ ഇക്കുറി സീറ്റ് നിർണയ ചർച്ചകളിലേക്ക് വരുമ്പോൾ NDA-യിലേക്ക് പുതിയ ഘടകകക്ഷി വരുന്നു, 2020 കക്ഷിയാകുന്നു. പക്ഷേ 2020 ഇത്തവണ NDA ഹൈജാക്ക് ചെയ്തോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജില്ലയിലെ കണക്കുകൾ സൂചിപ്പിച്ചാൽ ഏതാണ്ട് ആ രീതിയിൽ തന്നെ പറയേണ്ടി വരും. കാരണം 14 സീറ്റുകൾ ഏതാണ്ട് 4 മാത്രമാണ് BJP മത്സരിക്കുന്നത്. മറ്റ് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് 8 സീറ്റുകളിലേക്ക് 2020 വരുന്നു എന്നതാണ്. പക്ഷേ അതിൽ ഒരിക്കലും അവർ വിചാരിച്ചിരുന്നില്ല തൃപ്പൂണിത്തുറ വിട്ടുകൊടുക്കേണ്ടി വരുമെന്ന്. അവർ ഒരിക്കലും തന്നെ വിചാരിച്ചിരുന്നില്ല. തൃപ്പൂണിത്തുറ വിട്ടുകൊടുക്കേണ്ടി വരുമ്പോൾ അങ്ങനെയെങ്കിൽ അവർ ഉപാധി വെച്ചിരുന്നത് സാബു ജേക്കബ് തന്നെ അവിടെ മത്സരിക്കണം, 2020-യുടെ പ്രസിഡൻ്റായ അദ്ദേഹം തന്നെ അവിടെ മത്സരിക്കണം എന്നത് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതുണ്ടായില്ല എന്ന് മാത്രമല്ല, അത് അവർ നിശ്ചയിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിലേക്കെല്ലാം തന്നെ വന്നു. അവിടെ അഞ്ജലി നായർ മത്സരത്തിന് വേണ്ടി ഇറങ്ങുകയും ചെയ്യുന്നു. ഇത് പ്രവർത്തകർ ഇപ്പോൾ ആ തീരുമാനം ഉൾക്കൊള്ളുന്നു എന്ന് പറയുമ്പോൾ പോലും പ്രവർത്തകർക്കിടയിൽ വ്യാപകമായ രീതിയിലുള്ളൊരു അസംതൃപ്തി അവർക്കിടയിലുണ്ട്. കാരണം അവർ പല സ്ഥാനാർത്ഥികളെ തന്നെ അവിടെ പരിഗണിക്കുന്നതായിട്ട് തന്നെ പറഞ്ഞിരുന്നു. പലരും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. ഈ തങ്ങൾക്കിടയിൽ ഒരാൾ മത്സരരംഗത്തേക്ക് വരുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. കാരണം നമ്മൾ പറയുന്നത് പോലെ അവിടെ അത്ര കണ്ട് അവർ പണിയെടുത്തൊരിടമാണ്. തൃപ്പൂണിത്തുറയിൽ വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. അവിടെ നല്ല രീതിയിലേക്ക് വോട്ട് വാങ്ങിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട് എന്നതെല്ലാം തന്നെ പറഞ്ഞിരുന്നിടത്താണ് പെട്ടെന്ന് ഒരു സ്ഥാനാർത്ഥി അത് ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവിടെ ഒരു വേരോട്ടവുമില്ലാത്ത ആ ഒരു സംഘടനയിലേക്കെല്ലാം തന്നെ ഒരു പ്രസ്ഥാനത്തിലേക്കെല്ലാം തന്നെ അവർ സീറ്റ് ബലി കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് പോകുന്നുവെന്ന് പ്രവർത്തകർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് മാത്രമല്ല, മറ്റിടങ്ങളിലേക്ക് വരുമ്പോൾ വൈപ്പിൻ 2020-ക്ക് വിട്ടുകൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ വരുന്നത്. അതോടൊപ്പം തന്നെ ജില്ലയിലെ മറ്റിടങ്ങളിലും കൂടുതൽ സീറ്റുകൾ NDA നൽകിയിട്ടുള്ളത് 2020-ക്കാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഘടകകക്ഷിയാകുമ്പോൾ സീറ്റുകൾ നൽകേണ്ടതുണ്ട്. പക്ഷേ ഇത്രയ്ക്കധികം സീറ്റുകൾ നൽകേണ്ടതുണ്ടോ എന്നൊരു ചിന്ത പ്രവർത്തകർ എല്ലാവരിലും തന്നെ ഉണ്ട്. കഴിഞ്ഞ വർഷമെല്ലാം, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെയും വളരെ ഒത്തൊരുമയോടുകൂടി എല്ലാം തന്നെ മത്സരിക്കുകയും വലിയ വെല്ലുവിളികൾ പലപ്പോഴും തന്നെ ഉയർത്താൻ കഴിഞ്ഞ ഇടങ്ങളിലെല്ലാം ഇക്കുറി 2020-ക്ക് നൽകേണ്ടി വരുന്നൊരവസ്ഥയുണ്ട്. തൃപ്പൂണിത്തുറ ഉൾപ്പെടെയുള്ള സീറ്റുകൾ നൽകിയതിൽ ഇവർക്ക് പരാതികളുണ്ട്. പക്ഷേ നിലവിൽ ഒരു സംഘടനാ സംവിധാനം അനുസരിച്ചുകൊണ്ട് വലിയൊരു വ്യാപക പ്രതിഷേധത്തിലേക്ക് വരുന്നില്ല. പക്ഷേ പ്രവർത്തകർക്കിടയിൽ ഇത് അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും അതിന് ഇല്ല. നിലവിൽ പാടുപെട്ട ഉൾക്കൊള്ളേണ്ട അല്ലെങ്കിൽ പാടുപെട്ട ഇഷ്ടപ്പെടേണ്ട ഒരവസ്ഥയിലേക്കെല്ലാം തന്നെയാണ് നിലവിൽ ഇവിടെ 2020-യുമായി ബന്ധപ്പെട്ടുള്ള ഒരു NDA-യുടെ നീക്കുപോക്കുകൾ എന്ന് പറയുകയാണ്. പല പ്രവർത്തകരും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ അസംതൃപ്തിയുണ്ട്, അത് യാതൊരു സംശയവും ആ കാര്യങ്ങളിലില്ല. പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട്. പരസ്യമായ ഒരു പ്രകടനത്തിലേക്ക് അവർ വന്നില്ല എങ്കിൽ കൂടി അവർ പ്രതീക്ഷിച്ചിരുന്നതാണ് തൃപ്പൂണിത്തുറ BJP തന്നെ മത്സരിക്കുമെന്ന രീതിയിൽ തന്നെയായിരുന്നു പല കണക്കുകൂട്ടലുകളും നടത്തിയിരുന്നത്. തൃപ്പൂണിത്തുറയിൽ നഗരസഭാ ഭരണം പിടിച്ചത് മുതൽ അവർ വലിയ ആത്മവിശ്വാസത്തിലേക്ക് എല്ലാം തന്നെ നീങ്ങിയിരുന്നു. അത് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നതിലൂടെ, മറ്റൊരാൾക്ക് 2020-ക്ക് സീറ്റ് വിട്ടുകൊടുത്തതിലൂടെ അവരുടെ ഒരു ആത്മവിശ്വാസം കെടുത്തുന്നൊരു നടപടിയാണ് എന്നതാണ് പ്രവർത്തകരിലുള്ള ഒരു വികാരം.
സജിത്ത. യെസ്, അതാണ് സാഹചര്യം. തൃപ്പൂണിത്തറയിൽ BJPയുടെ പ്രതിഷേധത്തിന് കാരണമുണ്ട്. കാരണം ഇത്തവണ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ കൂടിയാണെന്ന് പറയുന്നത്. ഡാനി, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.